പാർക്ക് ചെയ്ത സ്ഥലത്തല്ല അവരും പാർക്ക് ചെയ്തിരുന്നത്. അണ്ണേ വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമ വേറെ അടുത്ത് മാറ്റി ഇന്ത ഇടത്തിൽ പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല ഇവിടെ കുറച്ച് കുത്തും കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാരാ പറഞ്ഞേ? അടി ചക്കര അണ്ണന്മാര് മലയാളികളാണല്ലേ. ദേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ ഇത് എവിടെ നടാ? പല പിന്നെയും പോയി നമുക്ക് വിട്ടുപോവാം. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെ എവിടെയെങ്കിലും കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിയെന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയത്. വാ ചന്ദ്രൻ വന്നേ. ജയബാല എന്തായി? നീ ഇതെങ്ങടാ പോണത്? ഇത് തന്നെയാ കട. കണ്ടില്ലേ, മധുരാശി സൈക്കിൾ. വാ അവിടെ ചോദിക്കാം. അണ്ണേ വണക്കം. വണക്കം വണക്കം. വാങ്ങ. ഈ സൈക്കിൾ ഒരെണ്ണം വേണമായിരുന്നു. நீங்க ஸ்போர்ட்ஸ் சைக்கிள் ஓட்ட போறீங்களா? ஐயோ എനിക്കില്ല, എന്റെ മോന് வேண்டிட்டா. அப்படியா? செல்வம் அண்ணே வணக்கம் சார். சாருக்கு இந்த சைக்கிளை அனுப்பிச்சு விடு. வாங்க சார், வாங்க. பாருங்க சார். ഇത് കൊള്ളാല്ലേ? അപ്പോ സാധനം കിടച്ചാച്ച്. ഇല്ലില്ല, ഞങ്ങളിതാ ഇപ്പൊ പുറപ്പെടില്ല അങ്ങോട്ട്. 4 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും. വൈകുന്നേരം ഒരു 5 മണിക്ക് പുതിയ സൈക്കിള് നമ്മളൊരു പെടക്കിലട ചക്കര്. എന്തേ? ഇല്ലില്ല, വൈകിട്ട് എന്നെ എത്തിയേക്കെന്ന്. ഞാൻ വിളിക്കാപ്പൂ, ഞാൻ വിളിക്കാം. കേൾക്കുന്നില്ല, ഞാൻ വിളിക്കാം. நான் எத்தனை வாட்டி சொல்லிருக்கேன், எங்க அப்பா அம்மா கிடையாது, சைக்கிள் விக்கிற கடை. ஐயோ ஒரே தொல்லையா போச்சு. போடா, இது இங்க அப்பா அம்மா வந்து கேட்டானே கையை காய பிடிச்சிரு. செல்வம், இந்த பையனை பிடிச்சு வெளியே தள்ளு. சொல்லது கேளுமா. എന്താ കുട്ടിയുടെ പ്രശ്നം? அந்த பையன் இங்க வந்து அப்பா எங்க அப்பாங்கன்னு ஒரே தொல்லை பண்ணிட்டு இருக்கேன் சார். அவன் அப்பா வந்து 2 நாள் வீட்டுக்கு வரலையா. அந்த போட்டோல இருக்கிற ஆளை இங்க வந்து ஒரு சைக்கிள் வாங்கிட்டு போயிட்டான். அந்த பையன் வந்து எங்கிட்ட கேட்ட நான் என்ன பண்றது சார்? இப்ப அந்த ஆளை இங்க இருந்து கொடுக்கணும் சொன்னா எப்படி முடியும் சார்? என்ன பிரச்சனை? என்ன பிரச்சனை? தலைவர போலீஸ் கைது பண்ணிட்டாங்க. இங்க திறந்து வச்சிருக்கியா? மூடுற. நீங்க போங்க. சார் வாங்க சார். வெளிய போங்க சார். இல்ல சார், സൈക്കിൾ മേടിച്ചിട്ട് நாளைக்கு வந்து வாங்கிடுங்க சார். ഞങ്ങൾക്ക് ഇന്ന് அவர் வந்து அடிச்சு உடைச்சுவாங்க சார். சீக்கிரம் போங்க. സാർ ഞങ്ങൾ போங்க. டேய் செல்வம், சீக்கிரம் எடுத்து வச்சிரா. தலைவர் உள்ள போனானே நாங்க என்ன பண்ண முடியும்? ചന്ദ്രേട്ടാ എന്താ നോക്കുന്നത്? അല്ലടാ, ആ കുട്ടി പെട്ടെന്ന് അവൻ എങ്ങോട്ട് പോയി നോക്കുവായിരുന്നു. അതെവിടെയെങ്കിലും പോട്ടേന്ന്. അതല്ലടാ, ഒരു കുട്ടി അച്ഛനെ തേടി വരിക എന്നൊക്കെ പറയുമ്പോ ഞാൻ പെട്ടെന്ന് എന്റെ അപ്പൂനെ ഓർത്തുപോയി. ചന്ദ്രേട്ടാ, മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയുടെ പിന്നാലെ കൂടണ്ട. നമുക്ക് ഇന്ന് ഇവിടെ ലോഡ്ജിൽ എവിടെയെങ്കിലും റൂം എടുത്ത് കൂടിയിട്ട് നാളെ സൈക്കിൾ വാങ്ങിച്ചിട്ട് സ്ഥലം വിടാന്ന്. അതല്ലടാ, ഈ ഹർത്താല് ദിവസം തന്നെ കുട്ടിയെ വഴിയിൽ തനിച്ചാക്കിട്ട് പോവാന്ന് പറയുമ്പോ ഇന്ന് വന്നേ. അല്ല ഞാൻ എന്താ എന്താ കുരിശൂല എന്റെ ചന്ദ്രേട്ട സമയം വൈകി, നമുക്ക് വീട്ടിൽ പോവാം. വണക്കം. டாக்டர், ஒரு குட்டி இப்ப ஆக்சிடென்ட் ஆயிட்டு கொண்டுல, அவனுக்கு இப்ப எங்கனே இப்ப அப்சர்வேஷன்ல இருக்காங்க. குழந்தை உயிருக்கு ஏதாவது ஆச்சுன்னா நீங்க தான் பொறுப்பு. 2 பேரும் ஜெயிலுக்குள்ள தான். ജയിലോ? ചന്ദ്രേട്ട നമുക്ക് പെട്ടെന്ന് വരിക. ഇനി ഇവിടെ നിന്ന പ്രശ്നവും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമാനം പറയും. നീയും കൂടി എന്നെ എങ്ങനെ പേടിപ്പിച്ചാൽ എങ്ങനെയാ? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ഒന്നും ഉണ്ടായിരുന്നേ. யார் குழந்தை மேலே வண்டியை மோதினவன்? ഞാനാണ്. நீங்க தானே? ഇതിലൊരു കൈയെഴുത്ത് പോടും. അയ്യോ, എനിക്ക് തമിഴിൽ ഒപ്പിടാറിയില്ല. നീ ഇങ്ങോട്ട് മാറിക്കേ. മാറി എന്റെ പൊന്ന് സിസ്റ്ററെ,
ഞങ്ങളല്ല ഇടിച്ചത്. വണ്ടി ഇടിച്ചൊരു കുട്ടിയെ കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് കൊടുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മലയാളികളാ? വെറുതെ അല്ല രണ്ട് ചേർത്തിയാരും കൂടി നമ്മക്കിട്ട് താങ്ങിയത്. പിടിച്ചേ, ഇങ്ങനെയുള്ള അവസരങ്ങളിലെങ്കിലും ഒരു മലയാളി പറയുന്നത് മറ്റൊരു മലയാളി വിശ്വസിക്കണം. അതൊക്കെ നിങ്ങൾ പോലീസിനോട് പറഞ്ഞാ മതി. പോലീസോ? അതെ, അവരിപ്പോ വരും. നീ വാ. നീ നിങ്ങളുടെ ഓടുന്നത് പോലീസ്. ഞങ്ങളുടെ വണ്ടി അല്ല ഇടിച്ചത്. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. അപകടം പറ്റിയപ്പോ ഞങ്ങൾ കുട്ടിയെ ആശുപത്രി കൊണ്ടുവന്നേ ഉള്ളൂ. உங்க பேரு? ചന്ദ്രൻ. മലയാളിയാ. കൊലയാളിയല്ല. மிஸ்டர் சந்திரன், நம்ம ஊர்ல கொஞ்சம் வித்தியாசமா இருக்கும். എന്താണ് സാർ? நம்ம ஊர் வழக்கப்படி தப்பு பண்ணவன் கிடைக்கலன்னா கிடைச்சவனை தூக்கி உள்ள போட்டுருவோம். അതിപ്പോ ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയാ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കൊണ്ടുപോകും. ஆனா நான் அப்படிப்பட்டவன் கிடையாது. என்ன நம்பலாம். இடிச்ச வண்டியோட நம்பர் நோட் பண்ணீங்களா? അത് പിന്നെ ധൃതിയിൽ നോക്കാൻ പറ്റില്ല. எப்படி ஆனாலும் கேஸ் ரெஜிஸ்டர் பண்ணி தான் ஆகணும். சார். ஆனா உங்களை நான் இந்த கேஸ்ல இருந்து அவாய்ட் பண்ணிக்கிறேன். அன்ஐடென்டிஃபைடு வெஹிக்கிள்னு எஃப்ஐஆர் எழுதி போட்டுக்கிறேன். ஓகே സാർ, ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. കൊടുക്ക്. സാർ, ഒരു മിനിറ്റ്. അയ്യോ, ശരിയല്ല, കാശ് കൊടുക്കാൻ. നോക്കിയോ, ഞാൻ ലോക്കറിലെ പൈസ വെച്ചിരിക്കുന്നു. എടുത്തോട്ടെ. என்ன சந்திரன் இது? എന്റെ ഒരു സന്തോഷത്തിന്. நான் லஞ்சம் வாங்க மாட்டேன் சந்திரன். ஐ எம் சாரி. എടാ, ഇതാടാ പോലീസ്. ഇതാണ് പോലീസ്. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കുറച്ചു നേരം ഇരുന്നിട്ടങ്ങോട്ട് പോവാം. എന്തിനത്? എടാ, കുട്ടിക്ക് ബോധം വരികയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകുന്നല്ലേ സാമാന്യ മര്യാദ. ചന്ദ്രേട്ട വെറുതെ കുരിശാവൂട്ടാ. കുരിശായ? ദാ, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ആ. പിന്നെ ദാ ഈ ഫോട്ടോയും ഉണ്ട്. ഓ. പിന്നെ ഈ മരുന്ന് വാങ്ങണം. ഞങ്ങളോ? പിന്നെ ഞാനാ. ആ കുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും വരുന്നത് വരെ നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത്? പോയി വാങ്ങിച്ചോണ്ട് വാ. അയ്യോ, എന്തേ പോവാൻ വാ. എന്താ? ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, കഷ്ടകാലത്തെ സമയം കോണാൻ പാമ്പ് ഹോക്കർ കൊത്തു. അതല്ലേ നീ മനസ്സിൽ ഉദ്ദേശിച്ചത്? സാരമില്ലടാ, ആ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. ഹലോ, പാർക്കിംഗ് ഫീസ് എത്രയായി? 100 rupees. 100. നീയോ? ഓഹോ, അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്കിറങ്ങിയോ? ഞാൻ പല ജോലിയും ചെയ്യും. സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കണോ. ഹലോ, മോള ആരോടാ സംസാരിക്കുന്ന അറിയാമോ? തരാൻ മനസ്സില്ലെങ്കിലോ? ഇതെന്താ വെള്ളിരിക്കാൻ പറ്റണോ? ജയബാല, വിളിക്കണ പോലീസിനെ. ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട് നിക്ക്. ഞാൻ ഇങ്ങ വെച്ചിരുന്ന 5000 രൂപയെ இந்த ஆளு புடுங்கிட்டாரு. அப்படியே? ஐயோ, வெரி பயலே. எங்கடா காசு? அங்கயா? கஜனாவில வச்சிருக்குது? இல்ல இல்ல, அங்க தேடுறா. ஒரு கெட்ட நோட்டு இருக்கு. அப்படியா? അയ്യോ, കെട്ടല്ല. ആ കെട്ട് നോട്ടല്ല. காசு குடுறா. കെട്ടില്ലെന്ന് വിടറാ. காசு குடுறா. டேய், சீக்கிரம் குடுறா. കൊടുക്കല്ലേ? அகஜி என்ன பாரு, கரெக்ட்டா இருக்காது. ഭാഗ്യം, ഭാഗ്യം ഫ്രണ്ടുകൾ കണ്ടില്ല. താങ്ക്സ് അണ്ണൻ. வாங்கடா. டேய். ഇതെപ്പെടുത്ത് അവിടെ വെച്ച്? മോനെ, അന്യനാടാ. കഷ്ടകാലത്തെ സമയപ്പർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുകയെ. അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത്. താങ്ക്സ് ചേട്ടാ. വേണ്ട. പീഡനം. പീഡനം. ചന്ദ്രൻപിള്ളയ്ക്ക് 10 വർഷം കഠിന തടവും പിഴയും. പീഡനം. പീഡനത്തിന് ലോകത്തെങ്ങും ഒരേ ശിക്ഷ. നാറും. എടി, നാണവും മാനവും കെട്ട ശവമേ. അത്രയ്ക്കൊന്നും ഇല്ല. എടി, നാണം അവളുടെ പെണ്ണാന്നും പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ. ചേട്ടാ, ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ? എന്താ? ഭാര്യ ഭർത്താവിനെ പറ്റിക്കുന്നു, ഭർത്താവ് ഭാര്യ പറ്റിക്കുന്നു, സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു, ജനങ്ങൾ സർക്കാരിനെ പറ്റിക്കുന്നു. പിന്നെന്താ എനിക്ക് പറ്റിച്ചാല്? ചില നേരത്ത് പോലീസ്, ചില നേരത്ത് പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ്. പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും. ഒന്ന് തടവിയേ. സോറി, ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹലോ, എന്താ നിന്റെ പേര്? മായ. അതും ഒറിജിനൽ തന്നെയാണോ? അതെ. അതോ? പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടുവേ. അവൾ എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിച്ചത്? കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുകേ.